അപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ചിയാൻ വിക്രത്തിൻ്റെ മകനായിട്ടുള്ള ധ്രുവ് വിക്രത്തിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതുവരെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ സിനിമ ആണെന്ന് തോന്നുന്നു. ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയാവുന്നത് ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു റേറ്റിംഗ്. ശരിക്കും ആ ഒരു ക്യാരക്ടർ അത്തരമൊരു സിറ്റുവേഷനിൽ ഈ കാസ്റ്റിൻ്റെ ഇഷ്യൂസ് എല്ലാം അതിൻ്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എല്ലാം അനുഭവിച്ച്, അതുപോലെ തന്നെ വീട്ടിൽ ഈ കബഡി കളിയോടുള്ള ഇൻഹിബിഷൻ നിലനിൽക്കുമ്പോൾ തന്നെ കബഡി കളി ഏറ്റവും കൂടുതൽ പാഷനേറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുട്ടി, ആ ചെറുപ്പകാലം തൊട്ട് ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കോംപ്ലക്സ്, അതിൻ്റെ ഒരു സോറോ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ് ഈ ധ്രുവിൻ്റെ ഫേസ്. എല്ലാ തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെയാണ്. ആൾ ചിരിച്ച് കാണുന്നൊരു സിറ്റുവേഷനൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നിയത് എന്ത് രീതിയിലും കഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്, ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതിന് വർക്ക് ചെയ്യുന്ന മറ്റ് വർക്കൗട്ടുകളാണെങ്കിലും ഈ സിനിമയിൽ മൊത്തം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് എത്രമാത്രം ഇൻപുട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ധ്രുവ് വിക്രവും ആ ഒരു ഡെഡിക്കേഷൻ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബൈസൺ.